ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ രണ്ട് തരത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലെയിൻ പൊറാട്ടയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കാൻ 2 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ആട്ടപ്പൊടി എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ കുഴച്ചെടുക്കാൻ. ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് അടച്ച് വെക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നൈസായിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു ചപ്പാത്തി നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ബട്ടർ ഒഴിച്ചിട്ട് കൈകൊണ്ട് എല്ലാ വശത്തും ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കാം. കൈകൊണ്ടാകുമ്പോൾ എല്ലാ വശത്തും നല്ലപോലെ തേച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കുക, അപ്പുറത്തെ സൈഡും മടക്കുക. 4 വശവും ഇങ്ങനെ മടക്കിയെടുക്കുക. ഒരു സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുക്കുക. ഇത് കുറച്ച് പൊടി തൂകിയിട്ട് നമ്മളിത് പരത്തിയെടുക്കുക. സ്ക്വയർ ഷേപ്പിൽ തന്നെ. അധികം കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ബട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ചേർക്കാം. അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും പ്രശ്നമില്ല. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ എന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. രണ്ടാമത്തെ പറാട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ചീസ് വെച്ചിട്ടുള്ള പറാട്ടയാണ്. നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന ചീസ് വെച്ചിട്ടാണ് അടുത്ത പറാട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ചീസ് വെച്ചിട്ട് ഇങ്ങനത്തെ ചീസ്. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റിൽ 10 പീസ് ഉണ്ടാകും. ഓരോരോ പീസായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 വശവും അങ്ങ് മടക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ മടക്കിയ പോലെ തന്നെ മടക്കിയിട്ട് ഇത് പരത്തിയെടുക്കാം. നല്ലോണം അമർത്തി പരത്തരുത്. ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം പരത്താൻ. അപ്പോൾ പൊറാട്ടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കണം.
തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചുടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്താൽ മതി. അപ്പോൾ ഒരു പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമ്മൾ തിന്നുകയാണെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. അധികം മക്കൾക്കും ചപ്പാത്തി ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് പ്ലെയിൻ പൊറോട്ട ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും തിന്നോളും. അപ്പോൾ ഈവനിലൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.